ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിലെ കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള നമ്മുടെ ഇതേപോലുള്ള ക്ലോക്കിൻ്റെ ത്രികോണം ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ഓരോ ചോദ്യങ്ങളും അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സും അതുപോലത്തെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഘടികാരത്തിലെ 12, 3, 7 ചേർത്ത് ഒരു ത്രികോണം നിർമ്മിച്ചു. ഈ ത്രികോണത്തിലെ 3 കോണുകൾ ഏതൊക്കെയാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം കേട്ടോ. അതിന് മുമ്പ് നമുക്കൊരു കൺസെപ്റ്റ് അറിയണം. ഓക്കെ, കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഇതേപോലെ ഒരു സർക്കിൾ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഈ ഒരു സർക്കിൾ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. 120 ഡിഗ്രി. ഈ സർക്കിളിലെ സെൻറ്റർ ആണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയിട്ട് പറയണേ, ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ, അതായത് ഇപ്പോൾ ഞാനിതിന് ABC എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ABC എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ആൻസർ 60 ആണ്. അതെങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നമ്മുടെ സെൻറ്റർ, O ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി. ഈ സെൻട്രൽ ആംഗിൾ എവിടെ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്? ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിച്ചു അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ വരയ്ക്കുന്ന സെൻട്രൽ ആംഗിൾ AOC. അപ്പോൾ ഇതേ പോയിന്റിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഈ ആംഗിൾ തുടങ്ങുന്നത് അല്ലേ? ഈ എന്ന് തുടങ്ങി അതേപോലെ തന്നെ ഈ സിയിൽ വന്ന് അവസാനിച്ചു. അതായത് ഈ സെൻട്രൽ ആംഗിളിൻ്റെ 2 കാലുകളും ഈ പറഞ്ഞിട്ടുള്ള ആംഗിൾ, ഇതിനെയാണ് നമ്മൾ ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ എന്ന് പറയാം കേട്ടോ. ഈ ആംഗിളിൻ്റെ 2 കാലുകളും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കൊടുത്തിട്ടുള്ള ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഈ ആംഗിൾ. മനസ്സിലായോ? വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ സപ്പോസ് ഞാൻ വേറൊരു കളർ എടുത്തേക്കട്ടെ. ഈ ആംഗിൾ എത്രയായിരിക്കും? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ, ഈ ആംഗിൾ എത്രയായിരിക്കും? ഇതിന് നമുക്ക് D എന്ന് കൊടുക്കാം. ഓക്കെ, ADC. ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിളും 60 ഡിഗ്രിയാ. എങ്ങനെയാണ് മനസ്സിലായേ? ഈ ആംഗിളിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എവിടെ നിന്നാ? നമ്മുടെ സെൻട്രൽ ആംഗിളിൻ്റെ പോയിന്റിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ? അതേപോലെ തന്നെ അതിൻ്റെ എൻഡ് പോയിന്റ് എവിടെയാണ്? സെൻട്രൽ ആംഗിളിൻ്റെ സിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 120യുടെ ഹാഫ് ആയിരിക്കും ഈ കൊടുത്തിട്ടുള്ള ആംഗിൾ. മനസ്സിലായോ? അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ വരയ്ക്കാം കേട്ടോ. ഇതാണെങ്കിലും 60 തന്നെയായിരിക്കും, കാരണം തുടങ്ങിയതും അവസാനിച്ചതും. അല്ലെങ്കിൽ ഈ പറഞ്ഞ 2 കാലും സെയിം ആണ്, അങ്ങനെ ഓർത്താലും മതി കേട്ടോ. അപ്പോൾ 60 ഡിഗ്രി ആയിരിക്കും. കിട്ടിയോ? ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം എന്തായിരിക്കും? സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ കൺസെപ്റ്റ്. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ക്ലോക്കിലെ ചോദ്യം നോക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വേഗം ഒന്ന് പറയാം കേട്ടോ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 60 മിനിറ്റ് അല്ലേ? 1 മണിക്കൂറിൽ നമുക്കറിയാം വലിയ സൂചി 60 മിനിറ്റ് കവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ വലിയ സൂചി 60 മിനിറ്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊത്തം സർക്കിൾ കവർ ചെയ്യാണ് അല്ലേ? ഒരു മൊത്തം സർക്കിൾ കവർ ചെയ്യാണ്. നമ്മുടെ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു സർക്കിൾ ആണല്ലോ. അപ്പോൾ മൊത്തം സർക്കിൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ഉണ്ടാക്കുന്നത്? നമ്മുടെ ഒരു സർക്കിളിനകത്തെ ഫുൾ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി. അതായത് 60 മിനിറ്റിൽ 360 ഡിഗ്രിയാണ് കവർ ചെയ്യുന്നത് അല്ലേ? 60 മിനിറ്റിൽ 360 ഡിഗ്രി. അല്ലെങ്കിൽ 1 മിനിറ്റിനകത്ത് എത്ര കവർ ചെയ്യും? 360/60. അതായത് 360/60 ചെയ്യുമ്പോൾ 6 ഡിഗ്രി കിട്ടും അല്ലേ? അതായത് 1 മിനിറ്റിൽ 6 ഡിഗ്രിയാണ് കവർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് എടുക്കാം. 5 മിനിറ്റിൽ എത്ര കവർ ചെയ്യും? ഇവിടെ 1 × 5 ചെയ്തപ്പോൾ 5 മിനിറ്റ് കിട്ടി. അതേപോലെ തന്നെ 6 × 5 ചെയ്യുക, അപ്പോൾ എത്ര കിട്ടും? 30 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇതെല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. 5 മിനിറ്റിൽ 30 ഡിഗ്രിയാണ് കവർ ചെയ്യുന്നത്. 5 മിനിറ്റിൽ 30 ഡിഗ്രി. 5 മിനിറ്റിൽ 30 ഡിഗ്രി. ഒന്നല്ലെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ഘടികാരത്തിലെ 12, 3, 7 ചേർത്ത് ഒരു ത്രികോണം നിർമ്മിച്ചു. ഓക്കെ, ഞാൻ ഇവിടെ 12ഉം 7ഉം 3ഉം കൂടിയിട്ടൊന്ന് ജോയിൻ ചെയ്യാണ് കേട്ടോ. 12ഉം 7ഉം 3ഉം കൂട്ടിയിട്ട് ഒരു ത്രികോണം വരച്ചേക്കാണ്. ഇവർ പറഞ്ഞിട്ടുള്ളത് ഈ ത്രികോണത്തിലെ 3 കോണുകൾ ഏതൊക്കെയാണ്? അതായത് ഈ ആംഗിൾ എത്രയാണ്, ഈ ആംഗിൾ എത്രയാണ്, ഈ ആംഗിൾ എത്രയാണ്? ഈ 3 ആംഗിളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ 12ഉം 3ഉം തമ്മിലുള്ള ആംഗിൾ ഞാൻ വരയ്ക്കുകയാണ് കേട്ടോ. 12ഉം 3ഉം തമ്മിലുള്ള ആംഗിൾ, ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എങ്ങനെയാണ് കിട്ടിയേ? വളരെ സിമ്പിളാണ്. നോക്കിയിട്ട് പറഞ്ഞേ, ഈ 12ഉം 3നും ഇടയിൽ എത്ര 5 മിനിറ്റ് ഉണ്ട്? ഇതൊരു 5 മിനിറ്റ് അല്ലേ? ഇത് തമ്മിൽ അടുത്ത 5 മിനിറ്റ്, ഇത് അടുത്ത 5 മിനിറ്റ്. അങ്ങനെ നമുക്ക് 3 5 മിനിറ്റ് ഉണ്ട്. 3 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും? ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി. അങ്ങനെ 3 5 മിനിറ്റ് ഉണ്ടെങ്കിൽ 30 × 3, അതായത് 90 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത് അല്ലേ? ഈ 12നും 3നും ഇടയിൽ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുക. ഓക്കെ ആണല്ലോ?
അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. നമുക്ക് ഇതൊന്നും അല്ല കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും അല്ലേ? ഓക്കെ, അപ്പോൾ 90 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടുമല്ലോ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് സെൻട്രൽ ആംഗിളാണ്, ഇത് സെൻറ്ററാണ്, ഇത് സെൻട്രൽ ആംഗിളാണ്. ഇതിൻ്റെ ഒരു കാല് ഇത് എവിടെയാണ്, മറ്റേ കാല് ഇവിടെയാണ്. അവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ ഈ ആംഗിളിൻ്റെ കാലുകൾ വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇത് 90 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് അതിൻ്റെ ഹാഫായിട്ടുള്ള 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ ചോദിച്ചിട്ടുള്ള ഒരു ആംഗിൾ നമുക്ക് കിട്ടി, 45ൻ്റെ കാര്യം. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് ഇതും ഇതും ഒക്കെ കിട്ടണം. നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് പറഞ്ഞാൽ ഈ 3നും 7നും ഇടയിൽ എത്ര ഡിഗ്രി ഉണ്ട്? എത്ര ഡിഗ്രി ഉണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ എത്ര 5 മിനിറ്റ് ഉണ്ട് നോക്കിയിട്ട് പറ. ഇവിടെ എത്രയുണ്ട്? 1 2 3 4 5 മിനിറ്റ് ഉണ്ട് അല്ലേ? 1 2 3 4. അപ്പോൾ 4 5 മിനിറ്റ് ആണെങ്കിൽ എത്ര ഡിഗ്രി ആയിരിക്കും? എത്രയാണ്? ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി. അപ്പം 4 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 30 × 4 120 ഡിഗ്രി ആയിരിക്കും. ആരൊക്കെ തമ്മിൽ? 3 and 7 ഇടയിൽ 120 ഡിഗ്രിയാണ് ഉള്ളത് ആണല്ലോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. എപ്പോഴും വരയ്ക്കുമ്പോൾ ഈ 3ക്കും 7 പറയുമ്പോണ്ടല്ലോ നമ്മൾ സെൻറ്ററായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. ഇതേ കണ്ടോ, ഈ 3ക്കും 7നും ഞാൻ ജോയിൻ ചെയ്തിട്ട് അത് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 120 ആണ്. എത്രയാണ്? 120 ഡിഗ്രി. ഓക്കെ, ഇത് 120 ഡിഗ്രിയാണ്. ഇതിൻ്റെ ഒരു നമ്മുടെ 3യും 7ഉം ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ഒന്ന് നോക്കിക്കോളൂ. 3യുടെ അവിടെ വരണം, 7ൻ്റെ അവിടെ ഈ ഒരു കളർ കൊടുത്തു. ഇനി ഈ 120ൻ്റെ ഹാഫ് ആയിരിക്കില്ലേ ഈ പറഞ്ഞിട്ടുള്ള ആംഗിൾ അല്ലേ? കാരണം നോക്കിയേ, ഇതും തുടങ്ങുന്നത് ഈ ഒരു ആംഗിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള കണ്ടോ ഈ പോയിന്റിൽ നിന്നാണ്. ഇത് എൻഡ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 120ൻ്റെ പകുതി ആയിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാ? 60 ഡിഗ്രി അല്ലേ? 120ൻ്റെ പകുതി 60 ഡിഗ്രി അല്ലേ? സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫാണ് ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ. അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ, ഇത് 45 ആണെന്ന് കിട്ടി, ഇത് 60 ആണെന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ 45ഉം 60ഉം. ദേ അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി കേട്ടോ. 45ഉം 60ഉം കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. കാരണം ഒരു ട്രയാങ്കിളിനകത്ത് നമുക്കറിയാം 3 ആംഗിളും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ അത് 180 ഡിഗ്രിയാണ്. ഇത് 45, ഇത് 60. അപ്പോൾ തന്നെ 105 കിട്ടി. ബാക്കി ആംഗിൾ 75 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. 60, 45, 75 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു ഘടികാരത്തിലെ 1ഉം 3ഉം 7ഉം ചേർത്ത് ഒരു ത്രികോണം നിർമ്മിച്ചു. ഈ ത്രികോണത്തിലെ 3 കോണുകൾ ഏതൊക്കെയാണ്? ഓക്കെ, 1ഉം 3ഉം 7ഉം നമുക്ക് ആക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ദേ ഇവിടെ 1ഉം 3ഉം 7ഉം തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു ട്രയാങ്കിളാണെന്ന് വിചാരിക്കുക. ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ അതിനു മുമ്പ് നമുക്കറിയാവുന്ന കാര്യം ഒന്ന് എഴുതി വെച്ചേക്കാം. ഏതാണ്? 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ് അല്ലേ? 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി. ഇനി ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ, ഈ 1നും 3നും ഇടയിൽ 1ഉം 3ഉം എത്ര ഡിഗ്രിയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയിട്ട് പറ. 1ഉം 3നും ഇടയിൽ എത്ര ഡിഗ്രിയാണ് വരുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 1ഉം 3ഉം സെൻട്രലും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ? ഈ ആംഗിൾ എത്രയായിരിക്കും? എത്ര മിനിറ്റ് ഉണ്ടെന്ന് നോക്കിയേ. ഇതിനിടയിൽ 1നും 3നും ഇടയിൽ എത്ര മിനിറ്റ് ഉണ്ട്? ഇവിടെ ഒരു 5 മിനിറ്റ് ഉണ്ട്, ഇവിടെ അടുത്ത 5 മിനിറ്റ് ഉണ്ട്, അതായത് 2 5 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. അങ്ങനെ 2 5 മിനിറ്റ് ഉണ്ട് 1നും 3നും ഇടയിൽ അല്ലേ? അപ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും? 30 × 2 അതായത് 60 ഡിഗ്രി ആയിരിക്കും അല്ലേ? 1നും 3നും ഇടയിൽ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കിത് കിട്ടി കേട്ടോ. നമുക്കിത് 60 ഡിഗ്രിയാണെന്നുള്ളത് കിട്ടി. ഓക്കെ, അപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇപ്പോൾ ഈ 60 ഡിഗ്രി കണ്ടുപിടിച്ചതെന്ന്. അതിനൊരു കാര്യമുണ്ട് കേട്ടോ. ഈ 60 ഡിഗ്രി കിട്ടിയാലേ നമുക്ക് ഈ ആംഗിൾ കിട്ടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ. ഈ കൊടുത്തിട്ടുള്ള ഈ സെൻട്രൽ ആംഗിൾ നോക്കി, ഇതല്ലേ നമ്മുടെ ആംഗിൾ. ഇതിൻ്റെ ഒരു കാല് ഇവിടെ, അടുത്ത കാലം എവിടെയാണ്? ഇവിടെ. ഇവിടെ നിന്ന് തന്നെയല്ലേ നമ്മുടെ അടുത്ത ഈ ഒരു ആംഗിൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ അല്ലേ? ഇങ്ങനെ തന്നെയല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ? ഒരു കാല് ഇത് ഇവിടെ തന്നെ വന്നു, അടുത്ത കാല് ഇവിടെ വന്ന് അവസാനിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 60 ഡിഗ്രിയുടെ ഹാഫായിരിക്കും ഈ കൊടുത്തിട്ടുള്ള ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും അല്ലേ? 30 ഡിഗ്രി. ഇത്ര എല്ലാവർക്കും കിട്ടിയോ? സിമ്പിളാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആംഗിൾ കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഒരു ട്രയാങ്കിളിനകത്ത് ഒരു ആംഗിൾ നമുക്ക് കിട്ടി. ഇനി ഇതേപോലെ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 3നും 7നും ഇടയിൽ എത്ര ഡിഗ്രി ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. 3നും 7നും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഈ ഒരു ആംഗിളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? 3നും 7നും ഇടയിലെന്ന് പറയുമ്പോൾ ഈ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം. ഇത് എത്രയായിരിക്കും? അപ്പോൾ എത്ര 5 മിനിറ്റ് ഉണ്ട് നമുക്ക് എണ്ണി നോക്കാം അല്ലേ? 3നും 7നും ഇടയിൽ 1 2 3 4 5 മിനിറ്റ് ഉണ്ട്. ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി,
4 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം 30 × 4 ചെയ്യുക. 30 × 4 എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രിയാണ് ഏതിനൊക്കെ തമ്മിൽ ഇടയിൽ വരുന്നത് 3 and 7 അതിനിടയിൽ 120 ഡിഗ്രിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതി വെച്ചു 120 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇനി നോക്കുക, ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണേ. നമുക്ക് മഞ്ഞ കളർ കൊടുക്കാം. ഇത് 120 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആംഗിൾ ഞാൻ എടുക്കുകയാണേ. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. ഇതാണ് 3ഉം 7ഉം അല്ലേ, ഇത് രണ്ടുമാണ് ഇതിൻ്റെ കാലെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതേ കാലിൽ വരുന്ന ഒരു ആംഗിൾ ഇവിടെ ഉണ്ടല്ലോ. ഏതാണതേ ഈ ഒരു ആംഗിൾ നോക്കി, ഈ ഒരു ആംഗിൾ. ഇതിൻ്റെ ഒരു കാലം എവിടെയാണ്? ഇവിടെ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, കണ്ടോ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ് അവസാനിക്കുന്നത്? ഇവിടെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടിൻ്റെയും എൻ പോയിൻറ്റ്സ് സെയിം ആണെങ്കിൽ ഈ കൊടുത്തിട്ടുള്ള ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഈ ആംഗിൾ ആണല്ലോ. അപ്പോൾ ഇത് 120 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 60 ഡിഗ്രി ആയിരിക്കും. സെൻട്രൽ ആംഗിളിൻ്റെ ഒന്ന് ബ്ലാക്ക് ആക്കിയേക്കട്ടെ കേട്ടോ. സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഇൻസ്ക്രൈബ്ഡ് ആംഗിൾ. അപ്പോൾ ഇതെത്രയാണ്? ഇത് 60 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? ഇത് 60 കിട്ടി, ഇത് 30 കിട്ടി അല്ലേ. അപ്പോൾ 60 പ്ലസ് ഇത് എത്രയാ 30 കിട്ടി. അപ്പോൾ എത്ര വന്നു? ഇത് 90 ഡിഗ്രി ആണെന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 90 ഡിഗ്രി. കാരണം 90 + 90 അല്ലേ നമുക്ക് 180 കിട്ടുക. നമുക്കറിയാം ഒരു ട്രയാങ്കിളിനകത്ത് മൊത്തം 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ 60 90 30 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കാര്യം. അപ്പോൾ എല്ലാവരും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക, റഫായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ, കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതേപോലെയുള്ള ഓരോ ക്വസ്റ്റ്യൻസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതേ ടൈപ്പുള്ള വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ, നമ്മുടെ ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ. നാളെ കാണാം. എല്ലാവർക്കും ബൈ.